ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ് കേട്ടോ, കേരളത്തിലാണുള്ളത്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സും നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവധിയാണല്ലോ. ഇനി നമുക്ക് സ്കൂൾ തുറക്കുന്നത് ഓഗസ്റ്റ് 15th ആണ്. ഓഗസ്റ്റ് 15th അല്ലെങ്കിൽ 18, കുറച്ച് ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും സ്കൂളൊക്കെ തുറക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ പേരുണ്ടാവും. അതുപോലെ തന്നെ ഈ സമയത്ത് വരാനിരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ നാട്ടിലേക്ക് പോകണോ അതോ അതുപോലെ തന്നെ UAE നിൽക്കണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വേക്കൻസീസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് നമ്മുടെ പുതിയ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ കുറച്ചധികം വേക്കൻസീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാട്സപ്പ് ചാനൽ ഞാനിവിടെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ കാണുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നോക്കാനായിട്ട് മറക്കണ്ട. പിന്നീട് ഈ ഒരു വേക്കൻസീസ് വരുന്നതിനനുസരിച്ച് തന്നെ സൂം മീറ്റിങ്ങിൽ കൂടിയൊക്കെ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് സ്കൂളിലെല്ലാം കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുണ്ട്. അഡ്മിൻസിനും ഒക്കെ അവധിയാണ്. എന്നാലും 1-2 സ്റ്റാഫ് എന്തായാലും സ്കൂളിലുണ്ടാവും. അപ്പോൾ ചില അഡ്മിൻ ടീമിൽ തന്നെ ചിലവർ നേരത്തെ വേറെ ഏതെങ്കിലും മന്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. സ്കൂൾ എന്തായാലും ഓണാണ്. നിങ്ങൾക്ക് ഈ സമയത്തും പോയിട്ട് CV കൊടുക്കാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ അവരെന്നാ ഹയറിങ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ജോബ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഓഗസ്റ്റ് 8th ഒക്കെ തൊട്ടിട്ടായിരിക്കും അഡ്മിൻ ടീംസ് വീണ്ടും ഹയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതുവരെ വരെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ആ ഒരു പോസ്റ്റിലേക്ക് ഹയർ ചെയ്യും. ചില ടീച്ചേഴ്സ് എഗ്രി ചെയ്യും, ഈ ഒരു സ്കൂളിൽ നമുക്ക് ജോയിൻ ചെയ്യാമെന്നൊക്കെ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കും. ബട്ട് അവർ പിന്നെയും ഇങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ കേട്ടോ. അപ്പോൾ എന്നിട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഏതാണോ അതിലായിരിക്കും പോവാം. അപ്പോൾ ബാക്കി എല്ലാ സ്കൂളുകളും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അവരൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി സ്കൂളുകൾക്ക് ഒരു വേക്കൻസിയാണ് എഗെയിൻ. അപ്പോൾ അവർ ആ സമയത്ത് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും ഹയറിങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലുള്ള ചാൻസസ് കൂടുതലാണ് ഓഗസ്റ്റിൽ. ഇനി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് വരുമ്പോഴേക്കും സെപ്റ്റംബറിൽ വളരെ കുറവാണ് വേക്കൻസീസ്. എന്നാലും വരും, എങ്കിലും വളരെ ചാൻസസ് കുറവാണ് കേട്ടോ സെപ്റ്റംബറിൽ വരുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബറിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഹയറിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ 1 month ഒക്കെ ഒരു സ്കൂളിൽ നിന്നിട്ട് കുട്ടികൾക്ക് ആ ടീച്ചറിനെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീച്ചറിനെ എന്തായാലും സ്കൂളുകാർക്ക് ലീവ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ലീവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ, പ്രഗ്നൻസി വന്നു, അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 6 month പ്രൊബേഷൻ ഉണ്ട്, 3 month പ്രൊബേഷൻ ഉണ്ട് എങ്കിൽ അതിന് മുമ്പ് തന്നെ പ്രഗ്നൻസി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ലീവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇൻഷുറൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ സ്കൂളുകാരായിട്ട് തന്നെ വേണ്ടാന്ന് വെക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വീണ്ടും വേക്കൻസീസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ എപ്പോഴും വേക്കൻസീസ് ഓൺ ആണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ലക്ക് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹാർഡ് വർക്ക് കേട്ടോ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് മിറാക്കിൾസ് സംഭവിക്കുകയുള്ളൂ. സോ ഈ അവധിയുടെ സമയത്തും നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഡെമോയും അതുപോലെ CV ഒക്കെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വേക്കൻസീസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അയച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ ടീച്ചർ അസിസ്റ്റൻറ്റ് ജോബ്സ് ആണ് നോക്കുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്കിപ്പോൾ കൊണ്ട് CV കൊടുക്കാം. സ്കൂളിൽ നേരിട്ട് പോയിട്ട് ഹാർഡ് കോപ്പീസ് ഒക്കെ കൊടുക്കാം. മിക്ക സ്കൂൾസും ഓൺ ആണ്. ചില സ്കൂൾസ് മാത്രമായിരിക്കും ഓഫായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും മാക്സിമം നമുക്ക് പോയി നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ UAE സ്കൂൾ സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കുമല്ലോ, ഒരു ഏരിയയിൽ കുറേ സ്കൂൾസ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിലും അടുത്തൊരു സ്കൂളിൽ പോയി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതിനെ പറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, അതായത് ആൻസേഴ്സ് കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ അതിനൊക്കെ ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. See you in the video. Bye-bye.